ഒരു ഹെട്രോ ആണും പെണ്ണും ആണും പെണ്ണും എടുത്തു എന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഏതിനായിരിക്കും റിസ്ക് കൂടുതൽ? HIV പോലത്തെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസിനൊക്കെ ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് വരണമല്ലോ. അപ്പോൾ ആണും പെണ്ണും തമ്മിൽ ഓപ്പോസിറ്റ് സെക്സ്. അതെന്താ? അപ്പോഴല്ലേ ഫ്ലൂയിഡ് എക്സ്ചേഞ്ച് നടക്കാം. മെയിലും നടക്കൂലേ? ചിന്തിക്കണ്ട. അതായത് ദിവസവും വ്യത്യസ്ത വ്യക്തികളുടെ കൂടെ പോകുന്ന ധാരാളം പുരുഷന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും കൂടെ താമസിച്ച് ആരും അറിയാതെ പാവം പോലെ ജീവിക്കുന്ന ആൾക്കാർ പലരും ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ കോണ്ടം ഉപയോഗിച്ചാലും സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വന്നാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഡീപ്പ് കിസ്സിങ് വഴിയും ഇത് പകരാം. ഒരു സ്ത്രീനെ ഒരുപാട് മെൻ്റലി ഫിസിക്കലി എഫക്റ്റ് ചെയ്യുന്നതാണ്. സ്ഥിരമായിട്ട് വയറുവേദന അല്ലെങ്കിൽ പീരീഡ് ആകുമ്പോൾ സിവിയർ പെയിൻ, ഇൻഫെക്ഷൻ മാറാതെ. ചില പേഷ്യൻ്റ് വിളിച്ചിട്ട് പറയും ഓരോ പ്രാവശ്യം സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിയുമ്പോഴും പിന്നെ ഇൻഫെക്ഷൻ എന്ന് പറയും. കൊച്ചിയിലും നമുക്കിപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്പർ ഓഫ് HIV പോസിറ്റീവ് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് കൂടുന്നുണ്ടെന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. 10-25 കേസ് എല്ലാ മാസം കൂടുന്നുണ്ട്. അപ്പോൾ ഏജ് സ്കൂൾ ലെവലിലേക്ക് കോളേജ് ലെവലിലേക്കും താഴുന്നതും എനിക്ക് തോന്നുന്നു ആസ് എ പേഴ്സൺ നിങ്ങൾ കല്യാണം കഴിക്കുമ്പം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അവർ ചോദിക്കേണ്ട ആവശ്യമില്ല ഞാനെല്ലാം ചെയ്യാം എന്ന് അങ്ങോട്ട് പറയണം. നമുക്ക് രണ്ടാൾക്കും എല്ലാം ചെയ്യാം. നമുക്ക് രണ്ടാൾക്കും വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വ്യക്തിക്ക് വരാൻ വേണ്ടി മാത്രമല്ല, ജനിക്കാൻ പോകുന്ന കുട്ടിക്കും അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹലോ, നല്ല വെതറല്ലേ? സൂപ്പർ വെതർ. മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിട്ട് ഈ ചീവിടിന്റെ ശബ്ദം ഭയങ്കരം. അതന്നെ, ലൈക്ക് നമ്മൾ സാധാരണ എപ്പോഴും അകത്തല്ലേ എടുക്കണേ, ഇത് നല്ല രസമല്ലേ? അപ്പൊ എന്താ ഇന്ന് പുറത്തെടുക്കാൻ ഉദ്ദേശിച്ചത് ഡോക്ടർ? ഇന്ന് സ്പെഷ്യലാണ്. ഇന്നത്തെ ടോപ്പിക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ നമ്മള് STD STI എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, അപ്പൊ അത് എന്തുകൊണ്ട് പുള്ളിലെടുത്തില്ല, എന്തുകൊണ്ട് പുറത്തെടുക്കുന്നു ഡോക്ടറെ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, STD എന്ന് പറഞ്ഞാൽ ആരും അധികം പുറത്തു മിണ്ടാത്ത ഒരു ഡാർക്ക് മൂടി വെക്കുന്ന ഒരു ഷെയിംഫുൾ പറയാൻ പറ്റുമോ ഒരു അതിനകത്ത് കുറച്ച് അങ്ങനത്തെ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതല്ല, ഇത് നമ്മള് ഡേ ലൈറ്റിൽ കൊണ്ടുവരണം, ഓപ്പൺ ആയിട്ട്. അപ്പൊ അതാണ് ഡേ ലൈറ്റില് ഔട്ട്സൈഡ് ഓപ്പൺ ഇൻ എ വെരി ലൈവ്ലി വേ, ഇൻ എ കളർഫുൾ വേ, ഡ്രസ്ഡ് അപ്പ് ഇൻ എ ട്രഡീഷണൽ യൂത്ത്ഫുൾ വേ. കാരണം ഇത് യൂത്തുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ്. അതാണ് നമ്മൾ പുറത്ത് ഷൂട്ട് ചെയ്യാൻ. രസമുണ്ടല്ലേ? അതെ, നല്ല രസമുണ്ട്. ഡോക്ടറെ, ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ ഇപ്പൊ ഡിജിറ്റൽ ഏജ് ആണ്, എല്ലാവർക്കും ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, എല്ലാവർക്കും അറിയാം STDs എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ STDs വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാം. അപ്പൊ ഇത് കുറഞ്ഞു വരികയാണ് ചെയ്യേണ്ടത്, ഇതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ കുറഞ്ഞു വരികയാണോ കൂടുതൽ വരികയാണോ, എന്താണ് ഇപ്പൊ സംഭവം? ഈയിടെ ന്യൂസ് ഉണ്ടായത് വായിച്ചില്ലേ? ബാംഗ്ലൂര് 6000-7000 പിള്ളേര് അല്ലേ? അതൊരു ഹ്യൂജ് നമ്പറാ സ്റ്റുഡൻസ്. ബാംഗ്ലൂരല്ലേ? ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ആര് ബാംഗ്ലൂരുള്ളത്? കേരളത്തിലെ ഏതെങ്കിലും യങ്സ്റ്റേഴ്സ് ഉണ്ടോ? എല്ലാവരും ബാംഗ്ലൂരല്ലേ. എൻ്റെ മകനടക്കം എല്ലാം ബാംഗ്ലൂർ. അതായത് ആദ്യമൊക്കെ ഒരു താഴേക്ക് പോകുന്ന ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ HIV കുറിച്ച് മാത്രമേ പറയണേ. ഇപ്പൊ STDs എന്ന് പറയുമ്പോ കുറേ ഉണ്ട്, പക്ഷെ അതില് ഒബ്വിയസ്ലി എല്ലാവർക്കും ഏറ്റവും പേടി AIDS ആണല്ലോ. അപ്പൊ HIV എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആദ്യം ഈ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ വഴിയും നമ്മുടെ കർണാടക ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാം ചേർന്നിട്ട് നമ്മൾ കുറച്ച് ഇതിനു വേണ്ടി വർക്ക് ചെയ്തായിരുന്നു. 2004 to 12 പീരീഡില് ഒരുപാട് വർക്ക് നടന്നിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 60,000 സെക്സ് വർക്ക്സിനെ റീച്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു, അവർക്ക് സേഫ് സെക്സിന് മെറ്റീരിയൽ കൊടുത്തു, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൊടുത്തു, അവരെ റെഗുലർലി ടെസ്റ്റ് ചെയ്തു, പിന്നെ പോസിറ്റീവാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുത്തു. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടന്നു. പിന്നെ അവർ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡിയും ചെയ്തു, 3 റൗണ്ടായിട്ട് സ്റ്റഡി ചെയ്തു. അപ്പൊ അതിന്റെ റിസൾട്ട് 2015 വന്നത്. അപ്പൊ അതനുസരിച്ച് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം തുടങ്ങിയ സമയത്ത് എത്ര ശതമാനം സെക്സ് വർക്കേഴ്സിനാണ് എയ്ഡ്സ് പോസിറ്റീവ് ആയെന്ന് ഗസ് ചെയ്യാമോ? എത്ര ശതമാനം പെർസെൻറ്റേജ്? റഫ്ലി 10-15-20% ഉണ്ടായിരുന്നു. പിന്നെ ഇവര് ഈ 3rd റൗണ്ട് സ്റ്റഡി ചെയ്തപ്പം ഇവരുടെ വർക്ക് കാരണം അത് ആക്ച്വലി കുറഞ്ഞ് 5% അറൗണ്ടായി.
ജസ്റ്റ് നമ്മൾ എഡ്യൂക്കേഷൻ വഴി മാത്രവും പിന്നെ ഇവരുടെ ഈ സ്ക്രീനിങ്ങും ടെസ്റ്റിങ്ങും ഇതെല്ലാം വഴി അത്രയും കുറഞ്ഞു. പക്ഷെ ആ സ്റ്റഡിയിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ സ്റ്റഡി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുറഞ്ഞു കഴിയുമ്പോൾ ആ വർക്കേഴ്സ് ട്രേഡിൽ നിന്ന് പുറത്തു പോവുകയാണോ അതോ അവർ മരിച്ചു പോയിട്ട് പുതിയ ആൾക്കാർ അതിൽ പെടുന്നില്ല അതുകൊണ്ടാണോ? അതല്ല കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എഡ്യൂക്കേറ്റ് ചെയ്തപ്പോൾ ഇവർ സ്ഥിരമായിട്ട് കോണ്ടംസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം പകരുന്ന ആ ഒരു ട്രെൻഡ് കുറഞ്ഞു. പിന്നെ ആ സ്റ്റഡിയിൽ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, പുതിയ സെക്സ് വർക്കേഴ്സ് വരുമല്ലോ, അവരുടെ ഇടയ്ക്ക് കോണ്ടംസ് യൂസ് ചെയ്യാനുള്ള ഇത് കുറവായിരുന്നു. നമ്മൾ വിചാരിക്കും കൂടുതലായിരിക്കും എന്ന്, യങ് ആൾക്കാർ നോളജ് ഉണ്ടാവും. പക്ഷെ തിരിച്ചായിരുന്നു. അപ്പൊ പഴയ ആൾക്കാർ, ഇവർ പഠിപ്പിച്ച ആൾക്കാർ കോണ്ടംസ് യൂസ് ചെയ്തു. പക്ഷെ യങ്സ്റ്റേഴ്സ് ആ ട്രേഡിൽ വന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന കുറവായിരുന്നു. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ഇവർ മൂന്നായിട്ട് ഇതിനെ തിരിച്ചു. കല്യാണം കഴിച്ച ആൾക്കാർ സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് പോകുന്നത്, സിംഗിൾ ആൾക്കാർ പോകുന്നത്, സിംഗിൾ വിത്ത് ഒരു പാർട്ട്ണർ ഉള്ളവർ പോകുന്നത്. അതിനകത്തൊരു ഫൈൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടംസ് യൂസ് ചെയ്യുന്നത് ഏറ്റവും കുറവാരാന്നറിയോ? സിംഗിളാണോ, സിംഗിൾ വിത്ത് പാർട്ട്ണർ ആണോ, മാരീഡ് ആണോ? എല്ലാവരും യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ പിന്നെ അല്ല, അതില് ആക്ച്വലി കല്യാണം കഴിഞ്ഞ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവായിട്ടാണ് കണ്ടത്, ഈവൻ ഇവർ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട്. അപ്പോൾ സിംഗിൾ ആൾക്കാർ ഉപയോഗിക്കുന്നത് സെയിം. വീട്ടിലുള്ള ആൾക്ക് റിസ്ക് ഉണ്ട്. അതിപ്പോൾ HIV മാത്രമല്ലല്ലോ, STD കുറേ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫൈൻഡിങ്സ് കിട്ടി. അതായത് ബേസിക്കലി കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് ഏകദേശം ലൈസൻസുമാരെയായി, ലൈക്ക് മറ്റവർക്കോ ഇത് പോസിറ്റീവായ കല്യാണം നടന്നില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫൈൻഡിങ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, HIV കൂടെ അവർ ഹെർപ്പിസ് സിംപ്ലെക്സ്, ക്ലെമീഡിയ, ഗൊണോറിയ ഒക്കെ നോക്കിയപ്പോൾ നല്ലൊരു പെർസെൻറ്റേജ് ആളുകൾക്കും അതുണ്ട്. 2 to 3% ആളുകൾക്ക് ഗൊണോറിയ, ക്ലെമിഡിയ ഒക്കെ പോസിറ്റീവാണ്. ഈ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ഏകദേശം 37%, നിയർലി 40% കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഒരു അറൗണ്ട് 1/3 ആളുകളിൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവർ ഇത് കൊണ്ടുപോയി അവരുടെ വീട്ടിലുള്ള വൈഫ്മാർക്കോ മറ്റുള്ള പാർട്ട്നേഴ്സിനോ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ടോപ്പിക്കാണ്. പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ്ലി കൊച്ചിയിലും നമുക്കിപ്പോൾ നമ്മുടെ കൊച്ചി കേരളത്തിലും നമ്പർ ഓഫ് HIV പോസിറ്റീവ് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് കൂടുന്നുണ്ടെന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. 10-25 കേസ് എല്ലാ മാസം കൂടുന്നുണ്ട്. അപ്പോൾ ഏജ് സ്കൂൾ ലെവലിലേക്ക്, കോളേജ് ലെവലിലേക്കും താഴുന്നതും ഈ നമ്പർ ഏകദേശം കഴിഞ്ഞ 3 വർഷത്തിൽ റഫ്ലി ഡബിളായി പെർസെൻറ്റേജ് ഫൈൻഡിങ്. അപ്പം അത് വളരെ ഹൈ നമ്പർ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചിയിലും. കാരണം എന്തായിരിക്കും? ആക്ടിവിറ്റി. അപ്പൊ ഇതെന്താ പെട്ടെന്ന് ആക്ടിവിറ്റി കൂടാൻ കാരണം എന്താ? വിശകലനം ചെയ്യണമല്ലോ. അതെ. ആ, ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞപ്പം കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇവർ എഡ്യൂക്കേറ്റഡ് ആണ്, അപ്പൊ നമുക്ക് ഇവർക്ക് കോണ്ടംസിന്റെ നോളജ് ഉണ്ട് എന്നല്ലേ നമ്മൾ വിചാരിക്കുക. അപ്പൊ വൈ യങ് ജനറേഷന് നോളജ് ഉണ്ടായിട്ടും കൂടണം എന്താണ്? വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവും? കെയർ ഫ്രീ ആയതുകൊണ്ടാവാം, അവർക്ക് വരുമെന്ന് പേടിയില്ല. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ അവിടെ നല്ലൊരു ഡെഫിഷ്യൻസി ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ എന്തൊക്കെ വേറെ ഫാക്ടേഴ്സ് ആയിരിക്കും? മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഒരാളല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ അഫെയർ എന്ന് പറഞ്ഞാൽ ഒരാളൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ പാറ്റേണിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, പിന്നെ ആ ഉള്ള പാർട്ട്നേഴ്സിന് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. പിന്നെന്താണെന്നറിയോ? ഡേറ്റിംഗ് ആപ്പ് വഴി ഒട്ടും പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ചെറിയ ഏജിൽ. പിന്നൊരു കാര്യം, യൂസേജ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അവർ നീഡിൽ ഷെയറിങ്ങും പിന്നെ ആ ഒരു മൈൻഡ് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അതിനകത്ത് ഈ ആൽക്കഹോൾ, ഡ്രഗ്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ അവരുടെ സെക്ഷൽ ബിഹേവിയർ പിന്നെ വേഴ്സ് ആവും. അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനകത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. പേരൻസ് ഇത് അക്നോളജ് ചെയ്യുന്നില്ല. ഇവരിങ്ങനെ കണ്ണടച്ചിരിക്കുക. സ്വന്തം മക്കൾ, അതൊക്കെ വല്ലവരുടെ മക്കളാണ് പോകുന്നത്. സ്വന്തം മക്കൾ പോകുന്നുണ്ട്, അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അവർ ചിന്തിക്കുന്നില്ല. പിന്നെ അതിനെ ഭയങ്കര ബാഡ്ലി ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രോബ്ലം. ഇതിനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ കോൺവെർസേഷൻ വേണം, സേഫ് സെക്സ് പറഞ്ഞു കൊടുക്കണം. സെക്സ് പാടില്ല എന്നല്ല, ഇവരെന്തായാലും കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ സേഫ് സെക്സ് പഠിപ്പിച്ചു കൊടുക്കണം.
അപ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? ഓ യെസ്. ഡോക്ടറെ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാർ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അടുത്ത് പോകുന്ന കാര്യം പറഞ്ഞു. പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ പാടില്ല, സെക്സ് വർക്കർ. അതെ, കമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഐ മീൻ ഇറ്റ് ക്യാൻ ബി ബോത്ത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ അവർക്ക് അവിടെ നിന്ന് ഒരു ഇൻഫെക്ഷൻ കിട്ടിയാൽ അപ്പോൾ പാർട്ട്ണറിനും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ വന്നാൽ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഓക്കെ, അത് നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഇപ്പോൾ ഒരു സിനാരിയോ എടുത്ത് നോക്കും. ഒരു മാരീഡ് കപ്പിളിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരാൾ വേറെ എന്തെങ്കിലും പ്രൊസീജിയറിന് വേണ്ടി ഒരു റുട്ടീൻ ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഭാര്യയ്ക്ക് ഒരു മെഡിക്കൽ പ്രൊസീജിയർ വേണ്ടി വന്നു. അപ്പോൾ അവർ റുട്ടീനായിട്ട് സർജറി തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് നമ്മൾ HIV HbSAg എല്ലാം നോക്കുമല്ലോ. HIV HbSAg അതായത് ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ളത്, VDRL, ഹെപ്പറ്റൈറ്റിസ് C, ഇതൊരു റുട്ടീനാണ് എല്ലാ ക്ലിനിക്കിലും എല്ലാം. അപ്പോൾ അവർക്കത് HIV പോസിറ്റീവായെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് ഇതറിഞ്ഞ അവരുടെ റിയാക്ഷൻ? ഹസ്ബൻഡിൻ്റെ സാധാരണ പ്രൊമിസ്ക്യൂറ്റി കഴിഞ്ഞ് നീ എന്തോ എവിടെയോ പോയിട്ടുണ്ട്, സെപ്പറേഷൻ, ഡിവോഴ്സ് എന്നുള്ളൊരു തോട്ടാണ് സാധാരണയായിട്ട് പോവുക. എല്ലാവരും അതുപോലെന്ന് പറയുന്നില്ല. അവർക്ക് ഭയങ്കര ഇമോഷണൽ ഡിസ്ട്രെസ് വരും. ആരായാലും, ഭാര്യ ആയാലും ഭർത്താവിലും പോസിറ്റീവ് ആയാൽ ആക്ച്വലി വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇതിന് വേറെ ഏതൊരു ഇൻഫെക്ഷൻ പോലെ ഡീൽ ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഒരു ജലദോഷം വന്നു, ഓക്കെ, ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ വന്നു, അല്ലെങ്കിൽ ഒരു അപ്പൻഡിസൈറ്റിസ് വന്നു, എവിടെ വേണമെങ്കിലും ഇൻഫെക്ഷൻ വരാം അല്ലേ? നമ്മൾ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇത് ജസ്റ്റ് ഇറ്റ്സ് അനദർ ഇൻഫെക്ഷൻ ലൈക്ക് ദാറ്റ്, ഒരു പോയിന്റ്. അപ്പം അതിന് നമ്മൾ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ഒരു സ്റ്റിഗ്മ ഇല്ലാതെ ഇതിനെ ഡീൽ ചെയ്യണം. അപ്പം നല്ല കൗൺസിലിംഗ് തന്നെ ഇങ്ങനെയുള്ള കപ്പിളിന് കൊടുക്കണം. ബിക്കോസ് ഇതിനകത്ത് ഇൻഫെർട്ടിലിറ്റി, അതായത് വേറെ പോയി എന്നുള്ളൊരു ഡൗട്ടില്ലേ, മേ നോട്ട് ബി നെസസറിലി. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഇൻഫെക്ഷൻസ് വർഷങ്ങളോളം കിടക്കാം, പിന്നെ ആയിരിക്കും പോസിറ്റീവ് ആവുന്നത്. പിന്നെ ഇത് സെക്സ് വഴി മാത്രമല്ല പകരണത്, ചിലപ്പോൾ നീഡിൽ ഷെയറിങ് വഴി പകരാം. ചിലപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ലേഡി, പോസിറ്റീവായ ലേഡി ഐദർ ഒരു ഡോക്ടറോ നേഴ്സാണെന്ന് വിചാരിക്കേ, അവർക്കൊരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിന്ന് തന്നെ ഇത് കിട്ടാം. അപ്പോൾ ഇത് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അവർ ഇൻഫെർട്ടിലിറ്റി അങ്ങനെ ഒരു കേസ് ആണെന്നുള്ളത് നമ്പർ 1. പിന്നെ ഉള്ളത് സെക്ഷുവാലിറ്റി പണ്ടത്തെ മാതിരി അല്ല. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സീൻ മിക്കവരും പല പ്രാവശ്യം ഡേറ്റ് ചെയ്ത്, പല പ്രാവശ്യം ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായി, അത് ബ്രേക്കപ്പായി, പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായി. അപ്പോൾ ഒരു 3-4 റിലേഷൻഷിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ മാരേജിലേക്കോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ ഇതിൽ ഏത് പാർട്ട്ണറിൻ്റെ അടുത്തുനിന്ന് വേണമെങ്കിലും പിന്നീട് കിട്ടാം. പിന്നെ ഇവർ ഒരാളുടെ അടുത്ത് മാത്രം മോണോഗാമസ് ആയിട്ട് പോയാലും മറ്റേ വ്യക്തി മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ അവിടെ നിന്നാവാം. അപ്പോൾ ഒരു മോണോഗാമസ് റിലേഷൻഷിപ്പിൽ HIV സാധ്യത, HIV മാത്രമല്ല എല്ലാ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെയും ഒരാൾ മോണോഗാമസ് ആയാലും മറ്റേയാൾ അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, വളരെ കോമൺ ആയിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെച്ച് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നതാണ് ശരിയായ രീതി. പിന്നെ ഇങ്ങനെയുള്ള മിക്ക ഇൻഫെക്ഷൻസും ഇപ്പോൾ പ്രോപ്പർലി മാനേജ്ഡ് ആണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പാർട്ട്ണറിനെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഇവർക്ക് എത്ര ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടോ, മേ ബി ദ മൈറ്റ് ബി ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ ആരൊക്കെയായിട്ടോ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ ആ വ്യക്തികളെ സ്ക്രീൻ ചെയ്യണം, ആ വ്യക്തികളെ ട്രീറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മളുടെ വീക്ക്നെസ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ആളെ മാത്രമല്ല ഡീൽ ചെയ്യേണ്ടത്, ആൾ കണക്ഷനുള്ള എല്ലാവരെയും. പിന്നെ സ്റ്റിഗ്മ മാറ്റി വെച്ച് പ്രോപ്പർ മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യാം. മഴ വരുന്നുണ്ടല്ലോ, ഇത് തുടങ്ങിയിട്ടില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ്, അപ്പം നമ്മളതിനെ ചീത്തയായിട്ട് കാണാതിരിക്കുക, സെക്ഷുവാലിറ്റീനെയും ചീത്തയായിട്ട് കാണാതിരിക്കുക. യുനോ ഇറ്റ്സ് സംതിങ് ദാറ്റ് എവരി വൺ നീഡ്സ് ടു ഡു. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം വി ക്യാൻ ഗിവ് എഡ്യൂക്കേഷൻ. ഒരിക്കൽ പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പകരാതിരിക്കാനായിട്ട്, പിന്നെ ഇതിനകത്ത് ഇംപ്ലിക്കേഷൻസ് ഇപ്പോൾ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ
ഇപ്പോൾ മദർ ആണെങ്കിൽ അവർക്ക് HIV വരാനുള്ള റിസ്ക് ഉണ്ട്, അതെ. വളരെ ചെറുതാണ്. അപ്പോൾ അവരുടെ ബ്രസ്റ്റ് ഫീഡിങ് ഓൾട്ടേർഡ് ആവും ഒക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടറെ, നമ്മൾ ഈ കമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴല്ലേ STD കിട്ടാൻ കൂടുതൽ റിസ്ക്? ഇപ്പം മോണോഗ്യാമസ് ആയിട്ട് മോഡേൺ ജീവിക്കുന്ന ആൾക്കാർക്ക് STDs വരാൻ ഉള്ള ചാൻസ് ഉണ്ടോ? ഇപ്പോൾ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോഗ്യാമസ്, അതായത് ഒരു വ്യക്തി ഒരൊറ്റ പാർട്ട്ണറുടെ കൂടെ മാത്രം ചെയ്യുന്നതും പിന്നെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ സെക്സ് വർക്കറിൻ്റെ അടുത്ത് പോകുന്നത് ഒരു സിറ്റുവേഷൻ, അതല്ലെങ്കിൽ ഈ വ്യക്തി വേറെ കൊമേഴ്ഷ്യൽ സെക്സ് വർക്കർ അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോകുന്നത്, പാർട്ട്ണർ അല്ലാതെ വേറെ ആൾക്കാരുടെ അടുത്ത് പോകുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ജനറലി അവർ സിറ്റുവേഷൻഷിപ്പ്, കാഷ്വൽ റിലേഷൻഷിപ്പ് എല്ലാം അറിയണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആപ്പിൽ, ഡേറ്റിംഗ് ആപ്പിൽ പോയിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനത്തെ കണക്ഷൻസ് കൂടുതലല്ല. അപ്പോൾ അത് സെക്സ് വർക്കർ അല്ല. അപ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് സാധ്യത കൂടുതലെന്ന്. പക്ഷേ ഇമാജിൻ എ സിറ്റുവേഷൻ വേർ സെക്സ് വർക്കേഴ്സ് സ്ഥിരം പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യും. ഏത്? ബിക്കോസ് അവർക്ക് ഇത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അവരത് വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ദേ യൂസ് പ്രൊട്ടക്ഷൻ എവറി ടൈം, പിന്നെ അവരെപ്പോഴും ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ്റെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഈ മറ്റുള്ള വ്യക്തികളുടെ അടുത്ത് പോകുന്നവർ, കാഷ്വൽ ആയിട്ട് പോകുന്നത്, അവർ ചിലപ്പോൾ സെക്സ് വർക്കേഴ്സിൻ്റെ അത്രയും കോണ്ടംസ് റെഗുലറി യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, പിന്നെ അവർ മറ്റുള്ള വ്യക്തികളുടെ അടുത്തും ഇതുപോലെ ഒത്തിരി പോകുന്നവരാണെങ്കിൽ റിസ്ക് കൂടുതൽ ആക്ച്വലി മറ്റേ വ്യക്തിയാണ്, ഇവരല്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം വേറെ രാജ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതിനെല്ലാം ഗൈഡ് ലൈൻ ഉണ്ട്. WHO ഗൈഡ് ലൈൻ, CDC ഗൈഡ് ലൈൻസ്, RCOG ഗൈഡ് ലൈൻ. RCOG എന്ന് പറഞ്ഞാൽ റോയൽ കോളേജ് ഓഫ് ഓബ്സ് ആൻഡ് ഗൈനി. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ കൊമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സ് വേറെ രാജ്യങ്ങളിൽ അത് പ്രോപ്പറായിട്ട് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ദേ ഓൾവേസ് യൂസ് കോണ്ടംസ്, എവറി മന്ത് ദേ ടെസ്റ്റ്. HIV മാത്രമല്ല, എല്ലാ ഇൻഫെക്ഷൻ സ്ക്രീനിങ് എല്ലാ മാസവും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഇൻ ദ ഓപ്പൺ പ്രൊഫഷണലായിട്ട് മാനേജ് പക്ക ഇതായിട്ട് ചെയ്യും. ഉണ്ടെങ്കിൽ ഇവർ പോസിറ്റീവ് ആയാൽ അപ്പോൾ അവർ സെക്സ് ചെയ്യില്ല അൺടിൽ ദേ ആർ ഫുള്ളി ട്രീറ്റഡ് ആൻഡ് ക്യൂർഡ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ കിട്ടാനുള്ള സാധ്യത ആക്ച്വലി കുറവായിരിക്കും. പക്ഷേ എത്രത്തോളം അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനബിൾ. അപ്പോൾ നമുക്ക് വേണ്ടത് ആക്ച്വലി ഒരു പ്രോപ്പർ എഡ്യൂക്കേഷനും അവയർനെസ്സും ആണ്. പിന്നെ തുറന്ന് സംസാരിക്കുക. ഇതിപ്പം മിണ്ടാത്തത് കൊണ്ടല്ലേ. ഇപ്പം നമുക്ക് എന്തോരം പേഷ്യൻസ് നമ്മളിപ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ കൗൺസിലിംഗ് ഉണ്ടെന്നറിയാം. നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളുടെ അടുത്ത് സെക്ഷുവൽ എൻകൗണ്ടേഴ്സിന് പോകുന്ന വ്യക്തികൾ ആണും പെണ്ണും വളരെ കോമൺ ആണ്. നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ വളരെ കോമൺ ആണ്. അപ്പോൾ ആൾക്കാർ പുറത്ത് പറയില്ല, പക്ഷെ അവർ പോവും. പിന്നെ ചിലപ്പോൾ അവർ ഇൻറ്റൻഷൻ ഇല്ലാതെ ആയിരിക്കും പോണേ. അപ്പോൾ അവർ പറയും ഞങ്ങൾ സ്പായിൽ പോയി, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. ഒരു പേഷ്യൻ്റ് വിളിച്ചിട്ട് സ്പായിൽ പോയി ഇതെല്ലാം സംഭവിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് STD ഉണ്ടോ ഭയങ്കര ടെൻഷൻ. എല്ലാ ടെസ്റ്റും നെഗറ്റീവ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ പോസിറ്റീവ് ആവണേ. അപ്പോൾ ഭയങ്കര ആങ്സൈറ്റിയും ടെൻഷനാണ് ചിലവർക്ക്. അതായത് കുറെ നാൾ കഴിഞ്ഞ് പോസിറ്റീവ് ആവുന്ന വൈറസ് ഡോർമെന്റ് ആയിട്ട് സിസ്റ്റത്തിൽ. നമ്മൾക്കിപ്പോൾ ഇതിന് ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ HIV എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 months പറയാനേ പറ്റില്ല. പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 6 months കഴിഞ്ഞ് പിന്നെ 3 months കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം, 6 months കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ചില വൈറസ് ഹെർപ്പിസ് സിംപ്ലെക്സ് അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അങ്ങനെ കുറേ സാധനങ്ങൾ ആക്ച്വലി വർഷങ്ങളോളം കിടന്നിട്ടായിരിക്കും ചിലപ്പോൾ. വർഷങ്ങളോളം ചിലപ്പോൾ കിടക്കാം. വൈറസുകളുടെ പ്രത്യേകത അതാണ്. പിന്നെ നമ്മൾ ഈവൻ ട്രീറ്റ് ചെയ്താലും ചിലപ്പോൾ അതങ്ങനെ ബോഡിയിൽ ഡോമിനൻ്റ് ആയിട്ടൊക്കെ കിടക്കും. അത് ഒരു വിഭാഗം. അപ്പം നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ സെക്സ് വർക്കേഴ്സിൻ്റെയും മറ്റിൻ്റെയും കമ്പാരിസൺ വന്നാൽ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ദേ ആർ അൺസേഫ് ആൻഡ് ദീസ് പീപ്പിൾ ആർ സേഫ്. മനസ്സിലായോ? അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പോകുന്നത് സെക്സ് വർക്കറിൻ്റെ അടുത്തല്ലല്ലോ, അപ്പം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച് നല്ല പരിചയമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വളരെ ഇവർ ഭയങ്കര നമ്മുടെ അടുത്ത് മാത്രം സെക്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം എന്ന് ചിന്തിച്ച് ചെയ്യുന്നത് എന്താ പറയുക, ലോജിക്കലി അത്ര ബുദ്ധിയല്ല. അപ്പം പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സെക്സ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരോടും ടെസ്റ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. അത് തന്നെ കല്യാണത്തിന് മുമ്പ് എല്ലാവരും ടെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം. ഓരോ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മുമ്പ് അവരുടെ റിപ്പോർട്ട് ചോദിക്കണോ? നിങ്ങൾ റിപ്പോർട്ട് കാർഡ് കാണിക്കുക, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഐ മീൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ എന്ത് തോന്നണോ രാമന്? വേണം. അല്ല ഭയങ്കര ഡേഞ്ചറാ ജീവിതം പോകും. അല്ല, അങ്ങനെ ജീവിതം പോകുന്ന ചിന്തിക്കണ്ട. അത് നമ്പർ 1. ഓക്കെ,
അത്ര ഒരു സ്റ്റിഗ്മ വേണ്ട. അപ്പം നമുക്ക് ഞാൻ ആക്ച്വലി ഇത് അത്യാവശ്യം റെഫർ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ രാജ്യത്തുള്ള എല്ലാവരെയും ടെസ്റ്റ് ചെയ്യണോ, കല്യാണത്തിന് മുമ്പ് ഒരു നിയമം ഉണ്ടാകും. കാരണം ചില രാജ്യത്തുണ്ട്, ഇപ്പോൾ സൗദി, ഒമാൻ, ബഹ്റൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കല്യാണത്തിന് മുമ്പ് മാൻഡേറ്ററി ഉണ്ട് ഈ ഇൻഫെക്ഷൻ സ്ക്രീനിങ്, പ്ലസ് കുറച്ച് തലസീമിയ, അനീമിയ ഒക്കെ ഉണ്ട്. അതവർ കൂടുതലും അനീമിയയും കൂടെ ചേർത്തിട്ടാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇത് ഇറ്റ്സ് നോട്ട് കോസ്റ്റ് എഫക്റ്റീവ്. എല്ലാവരെയും ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറയാനായിട്ട് കോസ്റ്റ് എഫക്റ്റീവ് അല്ല. കാരണം ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. പിന്നെ ഈ ഇൻഫെക്ഷൻസ് അല്ലാതെ കുറേ ഉണ്ട്, ആ ലിസ്റ്റ് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പം നല്ല വലിയ എമൗണ്ട് വരും. അപ്പം നമ്മുടെ രാജ്യത്ത് എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്ന കോസ്റ്റ് എഫക്റ്റീവ് അല്ല. പക്ഷേ ഇൻഡിവിജ്വലിന് തീരുമാനിക്കാം. ഇപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് തീരുമാനിക്കാം, ഞാൻ കല്യാണം കഴിക്കണ ആള് ഇതെല്ലാം നോക്കിയതായിരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാം. അപ്പം എനിക്ക് തോന്നുന്നു ഒരു സെലക്റ്റീവ് ടെസ്റ്റിംഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. തിരിച്ചും ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ വെച്ചാൽ ഇതിനകത്ത് ഒരാൾക്കല്ലല്ലോ, രണ്ടാൾക്ക് ഈക്വൽ റിസ്ക് ഉണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഈക്വലി STDയുടെ റിസ്ക് ഹൈ ആണ്. ബിക്കോസ് ആ സെക്ഷൽ ബിഹേവിയറിൽ ഇപ്പോൾ പണ്ടത്തേനേക്കാളും ഒരുപാട് വ്യത്യാസം വന്നു. അപ്പോൾ സ്ക്രീനിങ് എല്ലാവർക്കും ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ അറിയാം അവർക്ക് എത്ര റിലേഷൻഷിപ്പ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും സത്യം തുറന്ന് പറയണമെന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഉറപ്പ് വരുത്താൻ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ആസ് എ പേഴ്സൺ നിങ്ങൾ കല്യാണം കഴിക്കുമ്പം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അവർ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാനെല്ലാം ചെയ്യാം എന്ന് അങ്ങോട്ട് പറയണം. നമുക്ക് രണ്ടാൾക്കും എല്ലാം ചെയ്യാം. നമുക്ക് രണ്ടാൾക്കും വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വ്യക്തിക്ക് വരാൻ വേണ്ടി മാത്രമല്ല, ജനിക്കാൻ പോകുന്ന കുട്ടിക്കും അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ചില സമയത്ത് ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ലൈക്ക് ഇതിനകത്ത് ഇപ്പോൾ ക്ലെമീഡിയ ഇൻഫെക്ഷനും ഈ ഗൊണോറിയ അങ്ങനത്തെ ഇൻഫെക്ഷൻസും കൊണ്ട് ഇൻഫെർട്ടിലിറ്റി വരാം, കുട്ടികളില്ലാത്ത അവസ്ഥ, ട്യൂബ് ബ്ലോക്ക് ഒക്കെ വരാം, എക്ടോപിക് പ്രഗ്നൻസി വരാം. എക്ടോപിക് എന്ന് പറഞ്ഞാൽ യൂട്രസിനകത്തല്ലാതെ പുറത്ത് ട്യൂബിൽ വളരുന്ന പ്രഗ്നൻസി, അത് പൊട്ടി ബ്ലീഡിങ് ഉണ്ടായി ഡെത്ത് വരെ ഉണ്ടാവാം. അപ്പോൾ ഈ സ്ത്രീക്ക് ഈ റിസ്ക് ഒക്കെ ഉണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വജൈനൽ ഇൻഫെക്ഷൻ, റിപ്പീറ്റഡ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ, ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, ഇതെല്ലാം ഒരു, പിന്നെ ക്രോണിക് പെൽവിക് പെയിൻ, സ്ഥിരമായിട്ട് അടിവയറ്റിൽ വേദന, ഇങ്ങനെ വർഷങ്ങളോളം വേദന, ഇതെല്ലാം ഒരു സ്ത്രീനെ ഒരുപാട് മെൻ്റലി ഫിസിക്കലി എഫക്റ്റ് ചെയ്യുന്നതാണ്. സ്ഥിരമായിട്ട് വയറുവേദന അല്ലെങ്കിൽ പീരീഡ് ആകുമ്പോൾ സിവിയർ പെയിൻ, ഇൻഫെക്ഷൻ മാറാതെ. ചില പേഷ്യൻ്റ് വിളിച്ചിട്ട് പറയും ഓരോ പ്രാവശ്യം സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിയുമ്പോഴും പിന്നെ ഇൻഫെക്ഷൻ എന്ന് പറയും. 2-3 പേഷ്യൻ്റ് ഹിസ്റ്ററി നമുക്ക് വളരെ വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു പേഷ്യൻ്റ് 11 വർഷമായിട്ട് എല്ലാ മാസം ആൻറ്റിബയോട്ടിക് കഴിക്കുക. കേരളത്തിലും ഇന്ത്യയിലും ഇനി കാണാനൊരു ഡോക്ടർ ബാക്കിയില്ല, എല്ലാവരും ആൻറ്റിബയോട്ടിക് കൊടുക്കുക. നിങ്ങളുടെ ഭർത്താവിനെ സ്ക്രീൻ ചെയ്തോ, അയാൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തോ? ഇതുവരെ കൊടുത്തിട്ടില്ല, ടെസ്റ്റും ചെയ്തിട്ടില്ല. അപ്പോൾ പ്രശ്നം ആർക്കാണെന്ന് പോലും മനസ്സിലാക്കി ഇതുവരെ ടെസ്റ്റ് ചെയ്യാതെ ഇവർ എല്ലാ മാസവും 11. വേറൊരു പേഷ്യൻ്റ് 15 വർഷമായിട്ട് ഇവർ ഈ ഇതിനകത്താണ് മാറി മാറി ഓരോ യൂറോളജിസ്റ്റ് എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെയും കണ്ട് എല്ലാം ചെയ്ത്, പക്ഷേ STD ഫുൾ സ്ക്രീനിങ് ചെയ്തിട്ടില്ല, ഭർത്താവിനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഭർത്താവ് ഒരിക്കലും ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സ്ത്രീ സഫർ ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊരു പേടിയും വെറുപ്പും ഡെവലപ്പ് ചെയ്യും. സെക്സിനോട് അവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അതിന്ന് പ്രശ്നം മാറുന്നില്ല. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ റിസ്ക്കാണ്. സ്ത്രീക്ക് മാത്രമാണ് ക്യാൻസർ വരാൻ റിസ്ക്? പക്ഷേ ക്യാൻസറിന്റെ റിസ്ക് വരുന്നത് HPV, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 200 വെറൈറ്റി ഉണ്ട്. അതിൽ 40 എണ്ണം ഈ STD ആവുന്നത്. 40 വെറൈറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഈ കൊറോണയുടെ കേട്ടിട്ടില്ലേ, പല സ്ട്രെയിൻ, അതേപോലെ തന്നെ ഈ വൈറസ് ഇങ്ങനെ രൂപം മാറി പല പല രൂപം. അപ്പോൾ അതിനകത്ത് ഈ 40 വെറൈറ്റി ഉള്ളതിൽ ചിലത് സെർവൈക്കൽ ക്യാൻസർ, സെർവിക്സ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ താഴെയുള്ള ഭാഗം, ക്യാൻസർ വരാൻ സാധ്യതയുണ്ടാക്കും. അപ്പോൾ പലവർക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവും, ഇല്ലെങ്കിൽ സെർവിക്സിൽ അബ്നോർമൽ ലീഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ സാധാരണ പാപ്സ്മിയർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യുമ്പോൾ സെർവിക്സിൽ അബ്നോർമാലിറ്റി ഉണ്ടോ എന്നറിയാം. അതിനകത്ത് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കോൾപോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ വെച്ചിട്ട് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പെയിൻ്റ് അടിച്ച് അബ്നോർമൽ ഏരിയ ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ 10-20 വർഷം കഴിഞ്ഞ് ക്യാൻസർ വരാൻ റിസ്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം. HPV ടെസ്റ്റിംഗ് ഉണ്ട്, നമുക്ക് ഈ സ്വാബൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യാം. HPV ഉണ്ടെങ്കിൽ ആ ക്യാൻസറിൻ്റെ റിസ്ക് ഉണ്ട്. ഇനി HPV പുരുഷന്മാരിൽ സൈലൻ്റ് ആയിരിക്കും,
സിംറ്റം ഉണ്ടാവില്ല. ഒരു സിംറ്റം ഇല്ലാതെ അവരെ കാരിയർ ആയിരിക്കും. അവർക്ക് ഏതൊക്കെ ക്യാൻസറിനായിരിക്കും റിസ്ക്? പ്രോസ്റ്റേറ്റ് ആയിരിക്കും. അവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ റിസ്ക്, പീനൈൽ ക്യാൻസർ റിസ്ക്, ഓറോഫാരിഞ്ചൽ, ത്രോട്ട്, ഏനൽ ക്യാൻസർ, ഈ റിസ്ക് ഒക്കെ ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ എന്ത് സെക്ഷൽ ബിഹേവിയർ ആണെന്നനുസരിച്ച് ഈ റിസ്ക് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല അവർക്കും ഉണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ സിംറ്റംസ് ആണ്. എപ്പോൾ നോക്കിയാലും വെജൈനൽ ഡിസ്ചാർജ് ചെയ്തും. പക്ഷേ ഈ വെജൈനൽ ഇൻഫെക്ഷൻ, ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരുന്ന സ്ത്രീകളുണ്ട്, അവരൊരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇത് STD ആണെന്ന്. എല്ലാ വെജൈനൽ ഇൻഫെക്ഷനും STD അല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു ടോപ്പിക്ക് ചെയ്യുന്നുണ്ട്, മൈക്രോബയോമിനെ കുറിച്ച്. അപ്പോൾ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് എനിക്ക് ഇയാളുടെ അടുത്ത് നിന്ന് കിട്ടിയതാണോ എന്ന്. ഇത്രയും ചെയ്താൽ മതി. പ്രോപ്പറായിട്ട് മെഡിക്കൽ സ്ക്രീനിങ് രണ്ടാൾക്കും ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ. അതെ. എന്തിനാ വെറുതെ. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് പാർട്ട്നേഴ്സ് ഒന്നും ചെയ്തില്ലെങ്കിലും സംശയമാണ്. ഭയങ്കര സംശയ രോഗം കൂടുതലാണ്. അപ്പോൾ അത് വെറും സംശയമാണോ, ഈ ആൾക്കാർ പോകുന്നതാണോ? പിന്നെ ആക്ച്വലി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം പാർട്ട്നേഴ്സിന് അറിയുകയും ചെയ്യാം മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് പോകുന്നു. അപ്പോൾ ഇവരെങ്ങനെ ജീവിക്കും സമാധാനമായിട്ട്? വിടാനും പറ്റൂല. എന്ന് വെച്ചാൽ ചിലവർക്ക് ആ അവസ്ഥ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് വിടാൻ താല്പര്യമുണ്ട്, പക്ഷെ വിടാൻ പറ്റില്ല. കുട്ടികളും സിറ്റുവേഷനും ഒരുപാടുണ്ട്. അപ്പം എന്ത് ചെയ്യും? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? മാനേജ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യും? മറ്റേ വ്യക്തിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റൻസ് വെക്കേണ്ടി വരും. എനിക്കറിയില്ല എന്താ ചെയ്യണം, ആലോചിച്ച് നോക്കി. എന്ത് ചെയ്യാൻ പറ്റും? വിടാനും പറ്റില്ല, പിടിച്ചു വെക്കാനും പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? നമുക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റും. കുഴപ്പമില്ല, ആള് പോളിഗാമസ് ആണെങ്കിൽ ആള് പൊക്കോട്ടെ, ഞാൻ മോണോഗാമസ് ആണെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നോളാം, കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായിട്ട് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. നിങ്ങൾ എവിടെ വെച്ചാൽ പൊക്കോ, നിങ്ങളുടെ ജീവിതം. അതിന് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്ന് എൻ്റെ മനസ്സ് വിഷമിച്ച് എൻ്റെ ആരോഗ്യം ഞാൻ എന്തിനു കളയണം വേറൊരാളുടെ കുഴപ്പത്തിന്? സത്യം. ഇപ്പം നമുക്ക് പല പേഷ്യൻറ്റും വിളിക്കണ പറയാം, ഇങ്ങനെ പാർട്ട്നേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. സൂയിസൈഡിലാണ് പലരും. ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾക്ക് സൂയിസൈഡ് ചെയ്യാന്ന്. വേറൊരാളുടെ തെറ്റുണ്ട്, നിങ്ങളെന്തിനാ സൂയിസൈഡ് ചെയ്യണേ? സത്യം. അപ്പോൾ എന്താ പറയുക, തെളിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി തെളിക്കാൻ പറ്റും. അതുപോലത്തെ സാധനം. നിങ്ങൾക്കിത് താല്പര്യമില്ല റിലേഷൻഷിപ്പ് എങ്കിൽ നിങ്ങൾക്ക് സെപ്പറേഷൻ, ഡിവോഴ്സൊക്കെ കൺസിഡർ ചെയ്യാം. അതിനുള്ള സ്ട്രെങ്ത്തും മാനസിക ധൈര്യവും സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ വേറൊരാളെ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ ഇതുപോലെ കിട്ടി എന്ത് ചെയ്യും? കല്യാണത്തിന് മുമ്പ് ആരും ഒന്നും മര്യാദയ്ക്ക് എല്ലാം പറഞ്ഞു എന്ന് വരില്ല. ഒരു പ്രാവശ്യം ഈ മാനിപ്പുലേറ്റീവ് ആൾക്കാരുടെ അടുത്ത് വിക്റ്റിമായിട്ട് പോകുന്നവർ പിന്നെയും അതേപോലെ തന്നെ പോയി പെടാനും സാധ്യതയുണ്ട്. അപ്പം ഇതിനകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു കൗൺസിലിംഗ് തെറാപ്പി വഴി നിങ്ങൾക്ക് കുറച്ച് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. എനിക്ക് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ വ്യക്തി അതിനെ ചെയ്യും. ഏത് നേരം അക്യൂസ് ചെയ്താൽ ആ വ്യക്തി ചിലപ്പോൾ കൂടുതൽ പോകും. അപ്പോൾ ഇതിന് ഒരു ജനറലൈസ്ഡ് റൂൾ പറയാൻ പറ്റില്ല. ഓരോ വ്യക്തിയുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ ജീവിക്കേണ്ടി തന്നെ വരും. അപ്പം നമ്മൾ വിഷമിക്കുന്നതിന് വരെ നമ്മുടെ എന്താ പറയുക, നമ്മൾ നോക്കുന്നത് ചേഞ്ച് ചെയ്യുക, ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക, ഏറ്റവും ഉപരി സേഫ് സെക്സ് പ്രാക്ടീസ് ചെയ്യുക. ഓൾറെഡി ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം HPV വാക്സിൻ ഉണ്ട്, ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് വാക്സിൻ ഉണ്ട്. ഈ 40 എണ്ണത്തിൽ 9 സ്ട്രെയിൻ അത് കവർ ചെയ്യുള്ളൂ, പക്ഷെ അറ്റ്ലീസ്റ്റ് 9 എണ്ണം കവറാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് 90% പ്രൊട്ടക്ഷൻ ഉണ്ട് സെർവൈക്കൽ ക്യാൻസറിന്. 100 അല്ല, ബട്ട് 90 ഈസ് ഗുഡ് ഇനഫ് അല്ലേ? അപ്പോൾ നമുക്ക് വാക്സിൻ എടുക്കാം, HPV വാക്സിൻ എടുക്കാം. ഹെപ്പറ്റൈറ്റിസ് B, അതായത് ഈ ലിവറിനെ ബാധിക്കുന്ന ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് D. എളുപ്പം സ്പ്രെഡ് ചെയ്യും, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണ്, നീഡിൽ വഴി സ്പ്രെഡ് ചെയ്യാം. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണോ? അത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണ് ഹെപ്പറ്റൈറ്റിസ് B. ഇത് മിക്ക ആളുകൾക്കും അറിയില്ല. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവർ ജോണ്ടിസ് വരണം. ഇത് അതിൽ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അതിൽ കാറ്റഗറി
ഇതിൽ ബിയും സിയും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണ്. പക്ഷെ നീഡിൽ വഴിയും പകരാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും റെയറാണ്, പക്ഷെ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വാക്സിനേഷൻസ് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്, കവേർഡാ. HPV വാക്സിൻ നമ്മൾ എപ്പോഴായിരിക്കും എടുക്കണ്ടേ? ബിഫോർ സെക്സ് ആണ്. അപ്പോൾ ഐഡിയലി അവരുടെ റെക്കമെൻഡേഷൻ 9 to 12 years ഒക്കെ, അതായത് നമ്മൾ സെക്ഷുവലി ആക്റ്റീവ് ആവുന്നതിന് മുമ്പ്. നമ്മുടെ നാട്ടിൽ 12 yearsനും എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി നേരത്തെ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ അതാണ് റൈറ്റ് ഏജ്. മനസ്സിലായോ? കാരണം പറയാൻ പറ്റൂല. പിന്നെ ഇത് ഇന്റർകോഴ്സിൽ മാത്രം ആണോ കിട്ടുന്നത് ഈ ഹെർപ്പിസ് സിംപ്ലെക്സും HPVയും? കോൺടാക്ട് ഫ്ലൂയിഡ് എക്സ്ചേഞ്ച് ആയിരിക്കും ആണോ? അത് HIV ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഫ്ലൂയിഡ് എക്സ്ചേഞ്ച്. നമ്മൾ കോണ്ടം ഉപയോഗിച്ചാലും സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വന്നാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഡീപ്പ് കിസ്സിങ് വഴിയും ഇത് പകരാം. ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസും HPV കോണ്ടം യൂസ് ചെയ്താലും പണി കിട്ടാം. കാരണം എന്താന്ന് വെച്ചാൽ അത് ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് അല്ല, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ആക്ച്വലി ക്ലോസ് ഇത് മതി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കോണ്ടംസ് യൂസ് ചെയ്താലും 100% പ്രൊട്ടക്ഷൻ ഇല്ല. പിന്നെ HIV-ക്ക് 100% ഉണ്ടോ? പ്രൊട്ടക്ഷൻ ഉണ്ടോ? എന്ത് തോന്നണം? കോണ്ടം യൂസ് ചെയ്താലുണ്ട് 100%. ഹെപ്പറ്റൈറ്റിസ് ബിക്കും HIV-ക്കും പ്രഗ്നൻസിക്കും ഇല്ലല്ലോ കോണ്ടം യൂസ് ചെയ്താൽ. അപ്പൊ പിന്നെ ഇല്ല. 100% പ്രൊട്ടക്ഷൻ ഒന്നിനുമില്ല. 100% പ്രൊട്ടക്ഷൻ എന്തിനുള്ളത്? ബ്രഹ്മചര്യം. സെക്സ് ചെയ്യാതിരിക്കുക മാത്രമാണെങ്കിൽ 100% പ്രൊട്ടക്ഷൻ. പക്ഷേ പിന്നെ ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ഇത്, സെയിം സെക്സ് കപ്പിളിനെ എടുത്താൽ ഒരു ഗേ റിലേഷൻഷിപ്പിൽ ഒരു ഹെട്രോ ആണും പെണ്ണും ആണും പെണ്ണും എടുത്തോന്ന് വിചാരിച്ചോ. ഇതിനകത്ത് ഏതിനായിരിക്കും റിസ്ക് കൂടുതൽ? HIV പോലത്തെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസിനൊക്കെ ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് വരണമല്ലോ. അപ്പോൾ ആണും പെണ്ണും തമ്മിൽ ഓപ്പോസിറ്റ് സെക്സ് അതെന്താ? അപ്പോഴല്ലേ ഫ്ലൂയിഡ് എക്സ്ചേഞ്ച് നടക്കാം. മെയിലും നടക്കൂലേ? ചിന്തിക്കണ്ട. അതായത് മെയിൽ എന്ന് പറയുമ്പോഴേ ഏനൽ സെക്സ് ഉള്ളതുകൊണ്ട് അതിനകത്ത് ഇഞ്ചുറി വരാൻ സാധ്യത കൂടുതലാണ്. ടെക്നിക്കലി ഇഞ്ചുറി വരാൻ സാധ്യത മെയിലിൽ കൂടുതലാണ്. കാരണം സ്കിന്നിന് തിക്നെസ് ആക്ച്വലി കുറവാ ഏനൽ വെജൈനലിനേക്കാളും. അപ്പോൾ തിയററ്റിക്കലി നോക്കി അവർക്കായിരിക്കാം. പക്ഷേ അവര് മോണോഗാമസ് കപ്പിൾ ആണെങ്കിൽ ഒരു മെയിലിനോട് എന്ന് വെച്ചാൽ അവർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലെങ്കിൽ സാധ്യത കുറവാണ്. ഒരു മെയില് ഫീമെയിൽ ചെയ്യുമ്പോൾ ടെക്നിക്കലി മെഡിക്കലി ഇത് കുറവെന്ന് തോന്നിയാലും ഇവർ മറ്റുള്ള ആൾക്കാരടുത്ത് പോകുന്നുണ്ടെങ്കിൽ അവർ റിസ്ക് കൂടി. അപ്പോൾ ഇതിന് നമ്മൾ വിചാരിക്കുന്ന ആംഗിൾ അല്ലാതെ വേറെ കുറേ ആംഗിൾസ് ഉണ്ട്. ഇനി ഫീമെയിലും ആണെങ്കിൽ STD പകരുമോ? ഇല്ല. പകരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒന്ന്, ഈ സെക്സ് ടോയ്സ് ഷെയർ ചെയ്താൽ സാധ്യതയുണ്ട്. കാരണം ഈ ഡിൽഡോ പോലെയുള്ള സാധനങ്ങൾ ഷെയർ ചെയ്താൽ ഒരാളുടെ നിന്ന് കിട്ടാം. വേറൊന്ന്, ഈ ചില ഞാൻ പറഞ്ഞില്ലേ സ്കിൻ ടു സ്കിൻ മതി. അപ്പോൾ ഹ്യൂമൻ പാപ്പിലോമയും അല്ലെങ്കിൽ ഹെർപ്പിസ് സിംപ്ലെക്സും മറ്റുള്ള സാധനങ്ങൾ അപ്പോഴും ചാൻസ് ഉണ്ട്. പിന്നെ ഇത് പോരാതെ വേറെ ഇഷ്ടംപോലെ STDs ഉണ്ട്. ക്ലെമീഡിയ പറഞ്ഞു, ഗോണോറിയ പറഞ്ഞു, ഹെർപ്പിസ് സിംപ്ലെക്സ്, ഹ്യൂമൻ ട്രൈക്കോമോണിയാസ്, അതായത് ഒരു പാരസിറ്റിക് ഇൻഫെക്ഷൻ ഉണ്ട്. അതിങ്ങനെ ഏത് നേരം ഫ്രോത്തി വജൈനൽ, ഈ ബബ്ലി ഒരു സ്മെല്ലി ഡിസ്ചാർജ് വജൈനൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. ആ ഡിസ്ചാർജ് എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഈ സാധനം ഓടി കിടക്കണതാണ്, ഒരു പാരസൈറ്റ്. അപ്പം അതുണ്ട്. അപ്പം അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്ന 1-2 സാധനം മാത്രമല്ല, ഒരുപാട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് നാട്ടുകാരോട് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെസൺ ടു പ്രിവെൻറ്റ്? ഇപ്പം ഇത്രയും കേട്ടിട്ട് എന്താ തോന്നണേ രാമന്? വാട്ട് ക്യാൻ വി ഡൂ ടു ആക്ച്വലി നമുക്കിപ്പോൾ STD അധികം കൂടാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക എന്നുള്ളത് ആണ് നമ്പർ 1 വരുന്നത്. പിന്നെന്താണ്? നമ്പർ 2, I mean limit your sexual partners doing. I mean if practically possible ആണെങ്കിൽ നമുക്ക്
സെക്ഷുവാലിറ്റിയിൽ നമുക്കിപ്പോൾ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു, ഭർത്താവും ഭാര്യയും പാർട്ട്നേഴ്സും, അത് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് അതേ വ്യക്തിയോട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്. ഇല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാളുണ്ട്, ഇപ്പോൾ ഒരാൾക്ക് സെക്ഷുവാലിറ്റി തീരെ ഇല്ല, നിവൃത്തിയില്ല, വീട്ടിൽ ഭക്ഷണമില്ല, ഹോട്ടലിൽ പോകേണ്ടി വന്നാലും കീപ്പ് ഇറ്റ് ഇൻ എ ലിമിറ്റ്. ഒരുപാട് റാൻഡമായിട്ട് പോകുന്നതിന് പകരം ഇങ്ങനെ കീപ്പ് ചെയ്താൽ ആ ചാൻസസ് കുറച്ച് കുറയും. പിന്നെ വാക്സിനേഷൻസ് എടുക്കുന്നത്, പിന്നെ റെഗുലറി ടെസ്റ്റ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അങ്ങനെ സംശയം ഇങ്ങനെ പോകുന്നവർ ടെസ്റ്റ് ചെയ്ത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. കാരണം ഈ പുരുഷന്മാർ സൈലൻറ്റ് കാരിയേഴ്സാണ്. ക്ലമീഡിയ അവർ ചിലപ്പോൾ ഒരു സിംറ്റം ഉണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും അൾസർ പോലെ വരും, അല്ലെങ്കിൽ യൂറിൻ പെയിൻ ബേണിങ് സെൻസേഷൻ വരും, ചിലപ്പോൾ അവർ ബന്ധപ്പെടുമ്പോൾ അവർക്ക് പെയിൻ ടെസ്റ്റസ് പെയിനൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ചെറിയ ഡിസ്റ്റ്, ചിലപ്പോൾ മിക്ക കേസിലും ഒരു സിംറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഈ സിംറ്റം ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവരറിയാതെ അവരൊരുപാട് പേർക്ക് ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് കിട്ടുന്ന സ്ത്രീകൾക്കോ എല്ലാവർക്കും സിംറ്റം കിട്ടും. കഷ്ടമാണ്. അപ്പോൾ ഈ വേദനയും ഇൻഫെക്ഷനും ഇൻഫെർട്ടിലിറ്റി പിന്നെ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും. ചില ഡിസീസസ് ലേഡീസിനെ കൂടുതൽ ബാധിക്കും, ചിലത് കൂടുതൽ മെന്നെ ബാധിക്കും, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇതിനകത്ത് മിക്ക ഇൻഫെക്ഷൻസും ലേഡീസിന് സിംറ്റം ഉണ്ടാക്കും, സിംപ്റ്റംസ് ഉണ്ടാക്കും. ആണുങ്ങൾ സൈലന്റ് കാരിയേഴ്സ് ആയിരിക്കും. അനാറ്റമി കാരണം ഇപ്പൊ ഒരു വെജാന എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതൊരു ഓപ്പൺ സ്ട്രക്ചർ ആണല്ലോ. ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പൺ അവിടെ ഒരു സ്ട്രക്ചർ അല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇവരുടെ ഒരു സിംപ്റ്റംസ്. ഡോക്ടർ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ നാട്ടിൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് ഹോള് ബുക്ക് ചെയ്യുക, പുതിയ സാരി, സ്വർണം, പിന്നെ 250, 500, 1000 പേരെ വിളിച്ച് സദ്യ, അല്ലെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ നെയ്ച്ചോറ്, വട്ടവർ ഏതായാലും ഫുഡൊക്കെ അടിച്ച് എല്ലാം നമുക്ക് കുറേ പൈസ പൊട്ടിക്കും. വീഡിയോഗ്രാഫി എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഈ പറഞ്ഞാൽ 10 ലക്ഷം 10-15 ലക്ഷം ഒരു കല്യാണത്തിന് പൊട്ടും. അതിൽ കൂടുതൽ ചിലവാക്കുന്നുണ്ട് മിക്കവാറും. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിനാണല്ലോ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാതെ ഈ ജീവിതത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ വളരെയധികം റിസ്ക് ഉണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഈ ടെസ്റ്റ് എക്സ്പെൻസീവ് ആണ്. എത്ര പൈസ പ്രീ മെറിറ്റലായിട്ട് നമുക്കിപ്പോൾ എല്ലാ STDസും സ്കാൻ ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന്, 2 പാർട്ട്നേഴ്സും കുഴപ്പമില്ല എന്ന് വെരിഫൈ ചെയ്യാൻ എത്ര കാശാവും? അപ്പം നമ്മളിത് ഈ കോസ്റ്റ് എഫക്റ്റീവ് അല്ല എന്ന് പറയുന്നത് നേഷൻ വൈഡ്, അതായത് നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കേരളത്തിലുള്ളവരെ. അപ്പം നമ്മൾ ടെസ്റ്റുകൾ എടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽ പറയാം. പണ്ടൊക്കെ നമ്മൾ ആശുപത്രികളിൽ ടെസ്റ്റ് ചെയ്യുന്നത് STD സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ HIV എയ്ഡ്സിന് വേണ്ടി, ഹെപ്പറ്റൈറ്റിസ് B നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് C, ഇത് രണ്ടും ലിവറിനെ ബാധിക്കുന്ന വൈറസുകൾ, പിന്നെ VDRL, സിഫിലിസ്, ഈ 4 എണ്ണമാണ് ജനറലി ചെയ്തിരുന്നത്. അപ്പം അതിന് റഫ്ലി ഏകദേശം ഒരു 2000 rupees ഇത് ബ്ലഡ് ടെസ്റ്റ് മതിയായിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ വേറെ കുറേ ഇൻഫെക്ഷൻസ് ഉണ്ട്. ക്ലെമീഡിയ ഉണ്ട്, ഗൊണോറിയ ഉണ്ട്, HSV ഹെർപ്പസ് സിംപ്ലെക്സ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ട്രൈക്കോമോണിയാസിസ്, മൈക്കോപ്ലാസ്മ, കുറേ വേറെ വൈറസും ബാക്ടീരിയ, പാരസൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഇത് അവൈലബിൾ ആയിരുന്നില്ല അധികം, ഇപ്പോൾ ഇത് ആക്ച്വലി അവൈലബിൾ ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റൽസ് ഒന്നും ഇത് ചെയ്തു തുടങ്ങിയിട്ടില്ല. ഞാൻ തന്നെ ആദ്യം മറ്റേത് ചെയ്യുള്ളായിരുന്നു, നമ്മൾ പിന്നെ സെക്ഷൽ മെഡിസിൻ തുടങ്ങിയപ്പോഴാണ് ഈ ഫുൾ പാനൽ ചെയ്യാൻ തുടങ്ങിയത്. ഇത് മൊത്തം ചെയ്യണമെങ്കിൽ ഒരു 15,000 മതി. അതായത് ഇതിനകത്ത് ഒരു ജീവിതം രക്ഷിക്കാൻ 15,000 രൂപ അത്രയും മതി പെർ ഹെഡ്. അപ്പോ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇത് ഏതെങ്കിലും അറിയണമെങ്കിൽ പോയി പിന്നെ അറിയണമെന്നില്ല, പിന്നീടായിരിക്കും ചിലപ്പോൾ ക്യാൻസർ വരണതും പ്രശ്നങ്ങൾ ഉണ്ടാവണതും ഈ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കോംപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ ഇതിനകത്ത് ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല, ഇതിനകത്ത് യൂറിൻ ടെസ്റ്റുകളുണ്ട്, വെജാനയിൽ സ്വാബ് എടുത്ത ടെസ്റ്റുകളുണ്ട്. കാരണം ചിലതൊന്നും ബ്ലഡിൽ അറിയില്ല. വെജൈനൽ സ്വാബ് എടുക്കണം, അല്ലെങ്കിൽ പീനൈൽ സ്വാബ് എടുക്കണം, യൂറിൻ ടെസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പലതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ആക്റ്റീവ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, പണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണല്ലോ നമ്മൾ കുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നത്, ആണായാലും പെണ്ണായാലും. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവരൊരു ഹെൽത്തി ലൈഫിൽ പോകണമെങ്കിൽ ഇത് മസ്റ്റായിട്ട് ചെയ്യണം. അപ്പം എല്ലാ പേരൻസും ഇത് കുട്ടികളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ STD സ്ക്രീനിങ് ചെയ്തിട്ടേ കഴിപ്പിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട്
കല്യാണത്തിന് ഇത്രയും ചെലവാക്കുമ്പോൾ ഇതിന് ചെലവാക്കാതിരിക്കണത് മണ്ടത്തരമാണ്. അതിന്റെ കല്യാണത്തിന്റെ ബഡ്ജറ്റിന്റെ 1% ഇതിനു വേണ്ടി 1% പോലും ഇല്ല. യു ഹാവ് ടു ഡു ഇറ്റ്. കാരണം ആൾക്കാർക്ക് വേണമെങ്കിൽ നുണ പറയാൻ പറ്റും. അതായത് നോണേ ഉള്ളൂ. മറ്റേ നമ്മൾക്കിപ്പോൾ കൗൺസിലിംഗ് തന്നെ പേഷ്യൻസിൽ നോണ മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ മാരിറ്റൽ പോകുന്നത്, കല്യാണത്തിന് മുമ്പ് പോകുന്നത്, കല്യാണത്തിന് ശേഷം പോകുന്നത്, ഒരു ചെറിയൊരു ശതമാനം പോലും പാർട്ട്നേഴ്സിനോട് പറയുന്നില്ല. സ്ത്രീകളായാലും പുരുഷന്മാരായാലും സെയിമാണ്. പുരുഷന്മാർ നമ്മുടെ അടുത്ത് പറഞ്ഞു വരുമ്പം ഭാര്യയുടെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയും. സ്ത്രീകൾ പറയത്തില്ല. കുറേ കൗൺസിലിംഗ് കഴിയുമ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് തന്നെ. സ്ത്രീകൾ നുണ പറയാൻ ഭയങ്കര മിടുക്കരാണ്. അതാണ് എനിക്ക് കൗൺസിലിംഗിൽ നിന്ന് മനസ്സിലായത്. രണ്ട് കൂട്ടരും ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടർ തന്നെയല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുണ്ട്. പക്ഷെ പുരുഷന്മാരുടെ ഒരു പാറ്റേൺ കുറച്ചും കൂടെ, അതായത് നമ്മൾ പലപ്പോഴും ഹൈപ്പർ സെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഹിസ്റ്ററി വരുന്നതിൽ ദിവസവും വ്യത്യസ്ത വ്യക്തികളുടെ കൂടെ പോകുന്ന ധാരാളം പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് അപ്പൻ്റെ അമ്മയുടെയും കൂടെ താമസിച്ച് ആരും അറിയാതെ പാവം പോലെ ജീവിക്കുന്ന ആൾക്കാർ പലരും ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണ്. പിന്നെ സെക്ഷൽ അബ്യൂസിൽ നിന്നും സെക്ഷൽ അസോൾട്ടിൽ നിന്നും ഇത് കിട്ടുന്നവരുണ്ട് ചെറിയ പ്രായത്തിൽ. അത് ആണുങ്ങൾക്കും ഇഷ്ടം പോലെ ഉണ്ട്, പെണ്ണുങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഇത് ഐഡിയലി പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം കല്യാണം കഴിക്കാൻ. ഇത് ഹോപ്പ്ഫുള്ളി നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിയമമാക്കുക കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യണമെന്ന്. എന്ത് തോന്നുന്നു രാമന്? അത് ചെയ്യേണ്ട കേസാണ്. കാരണം ഒരു പോപ്പുലേഷൻ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് എല്ലാവരുടെ ആവശ്യമല്ലേ? ആവശ്യമാണ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഒരു പർട്ടിക്കുലർ എക്കണോമിക് ക്ലാസ്സിന് മേലെ ആണെങ്കിൽ ഇത് മാൻഡേറ്ററി ആക്കാൻ പറ്റും. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ടെസ്റ്റ് മാൻഡേറ്ററി ആക്കിയാൽ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ചിലപ്പോൾ വ്യക്തികൾ തുറന്നു പറയാനൊരു സാധ്യതയുണ്ട്. ടെസ്റ്റ് എന്തായാലും മാൻഡേറ്ററി ആയതുകൊണ്ട് ഞാൻ തുറന്ന് പറയാൻ മാത്രമല്ല, ആക്ച്വലി ഇത് ചെയ്യുകയാണെങ്കിൽ ലോയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറയും. കാരണം നാച്ചുറലി അവയർനെസ് കൂടും. അയ്യോ ഇങ്ങനെയാണെങ്കിൽ കല്യാണം മുടങ്ങുമല്ലോ എന്നുള്ള ഒരു ഇതിൽ. അതായത് അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷുവാലിറ്റി കുറയും. ഹെൽത്തി ആയിട്ടുള്ള സെക്ഷുവാലിറ്റി കുഴപ്പമില്ല, നമ്മളത് വേണ്ടെന്നല്ലല്ലോ പറയാം. സത്യം. ട്രൈ ആൻഡ് ബി ഹെൽത്തി സോ ദാറ്റ് പാർട്ട്ണറിന് കൊടുക്കാതിരിക്കുക അസുഖം. അത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റ് തന്നെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം, അല്ലേ? സത്യം. ഓക്കെ.